നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. 8500-ന് മുകളിലാണ് ഈ വാരം നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാരത്തിലേക്ക് വീണ്ടും വിപണി എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ചും നടപ്പ് സമ്പദ് വർഷത്തിന്റെ ആദ്യപാദ ഫലങ്ങൾ പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു. പ്രധാനപ്പെട്ട പല കമ്പനികളുടെയും റിസൾട്ടുകൾ വന്നു. ഇതിൽ ഇൻഫോസിസിന്റെ റിസൾട്ട് എടുത്തു പറയേണ്ടതാണ്. വിപണിക്ക് വലിയ തോതിലൊരു നിരാശ ഇൻഫോസിസിന്റെ റിസൾട്ടിൽ ഉണ്ടായി. മാത്രമല്ല, ഈ സ്റ്റോക്കിൽ വെള്ളിയാഴ്ച ഇടിവുണ്ടാകുന്നതും നമ്മൾ കണ്ടു. വരാനിരിക്കുന്ന നിരവധി പ്രധാനപ്പെട്ട റിസൾട്ടുകളുണ്ട്. വരും ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കാൻ പോകുന്നതും ഈ റിസൾട്ടുകൾ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. മാർക്കറ്റ് വാച്ചിന്റെ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ വരുന്ന ആഴ്ചകളിലെ സാധ്യതകൾ തന്നെയാണ് ആദ്യം പരിശോധിക്കുന്നത്. തുടർന്ന് ഈ ലക്കം ലഭിച്ച പ്രധാനപ്പെട്ട കത്തുകളിലേക്ക് പോകാം. ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. ഭുവനേന്ദ്രൻ, 8500-ന് മുകളിലാണ് നിഫ്റ്റി. റിസൾട്ടുകളുടെ ഒരു പെരുമഴ വരാനിരിക്കുന്നു. പ്രത്യേകിച്ചും അടുത്ത ആഴ്ചകളെല്ലാം വലിയ പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം വരുന്നു. ഇപ്പോൾ തന്നെ പല സെക്ടറിലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളുടെ ഫലങ്ങൾ വന്നും കഴിഞ്ഞു. പൊതുവെ റിസൾട്ടിനെ വിപണി എത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്? നിലവിൽ ലഭിച്ചിരിക്കുന്ന സൂചനകൾ എത്രത്തോളം അനുകൂലമാണ്? ഒരു ബെറ്റർ റിസൾട്ട് തന്നെയാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഇൻഡസ്ഇൻഡ് ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ റിസൾട്ട് വന്നു. അത് എബോവ് എക്സ്പെക്ടേഷൻ ആയിരുന്നു. എന്നാൽ TCS ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആയിരുന്നു. വീണ്ടും താഴേക്ക് വരികയാണ്. ഇൻഫോസിസിന്റെ റിസൾട്ട് വന്നപ്പോൾ മാർക്കറ്റിന്റെ ബിലോ എക്സ്പെക്ടേഷൻ ആയിരുന്നു. അതിന്റെ റിഫ്ലക്ഷൻ ഫ്രൈഡേ ആ സ്റ്റോക്കിൽ 9% അടുത്ത് ആ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തു. അപ്പോൾ ഒരു മിക്സഡ് ട്രെൻഡാണ് കാണിക്കുന്നത്. പക്ഷേ ഓവറോൾ ഒരു ക്വാർട്ടർ റിസൾട്ട് കുറച്ചൊരു ബെറ്റർ റിസൾട്ട് വരാനാണ് സാധ്യത. അതിന് വിപരീതമായി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇൻഫോസിസിൽ കറക്ഷൻ സംഭവിച്ച പോലെ ഈ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും ഉള്ളൊരു കറക്ഷനാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ റിസൾട്ട് നെക്സ്റ്റ് വീക്ക് വളരെ മേജറായിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ, കോട്ടക് മഹീന്ദ്ര, HDFC, ആക്സിസ്, നമ്മളുടെ ഫെഡറൽ ബാങ്ക്, അങ്ങനെ ബാങ്കിങ് സെക്ടറിൽ ഒരു മേജറായിട്ടുള്ള ബാങ്കിങ് സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ വരുന്നു. ദെൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC, അൾട്രാടെക്, വിപ്രോ, അതുപോലെ കിറ്റെക്സ് ഗാർമെന്റ്സ്, ഇങ്ങനെ വളരെയധികം റിസൾട്ടുകൾ, പ്രത്യേകിച്ചും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലെ ഒരു മേജർ ആയിട്ടുള്ള എല്ലാ റിസൾട്ടുകളും നെക്സ്റ്റ് വീക്ക് വരുന്നു. അതിൽ HDFC, ആക്സിസ് എല്ലാം ഉണ്ട്, കോട്ടക് മഹീന്ദ്ര, ഫെഡറൽ ബാങ്ക് എല്ലാം ഉണ്ട്. ദെൻ അൾട്രാടെക് ഉണ്ട്, അതുപോലെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC, അങ്ങനെ വളരെയധികം റിസൾട്ടുകളുണ്ട്. ഈ റിസൾട്ടുകളെല്ലാം ഈ സ്റ്റോക്കിന്റെ മൂവിനെ സ്വാഭാവികമായിട്ടും സ്വാധീനിക്കും. അതോടൊപ്പം തന്നെ ഓവറോൾ മാർക്കറ്റിന്റെ റൈഡും തീരുമാനിക്കുന്നത് ഈ വരുന്ന റിസൾട്ടുകൾ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ആ സ്റ്റോക്കിന്റെ ഓരോ കമ്പനികളുടെ റിസൾട്ട്, ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഇൻഫോസിസിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ആ സ്റ്റോക്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷനാണ് ഫ്രൈഡേ വന്നത്. ഒരു ദിവസം 9% ഡ്രോപ്പ് എന്ന് പറയുന്നത് വലിയൊരു ഡ്രോപ്പ് തന്നെയാണ്. അതുപോലെ ഓരോ സ്റ്റോക്കിലും ഈ റിസൾട്ടിനനുസരിച്ച് ഇങ്ങനെയുള്ള കറക്ഷൻസും അതുപോലെ റൈഡും സംഭവിക്കും. അതുകൊണ്ട് എപ്പോഴും റിസൾട്ട്, ഓരോ സ്റ്റോക്കുകളുടെയും റിസൾട്ട് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇൻഫോസിസിന്റെ റിസൾട്ട് മോശമാകുമ്പോൾ ആ സെക്ടറിലെല്ലാം തന്നെ ആ കറക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ബാങ്കിങ് സെക്ടർ ആണെങ്കിലും FMCG സെക്ടർ ആണെങ്കിലും ഒരു സ്റ്റോക്കിന്റെ റിസൾട്ട് വരുമ്പോൾ ഓവറോൾ ആ സെക്ടറിനെ അത് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കുന്ന ഗ്ലോബൽ ഫാക്ടേഴ്സും അതുപോലെ തന്നെ ഈ ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ നിന്ന് മേജറായിട്ടുള്ള ഒരു ഇവന്റ് എന്ന് പറയുന്ന ഓരോ റിസൾട്ടുകളുമാണ്. ആ റിസൾട്ടുകൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിന്റെ റൈഡിനെയും ഓരോ സ്റ്റോക്കിന്റെ മൂവിനെയും തീരുമാനിക്കും. വിപണിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റിക്കവറി നടന്നു വരുന്ന സമയത്ത് തന്നെയാണ് റിസൾട്ടുകളും വരുന്നത്. ഈ റാലിയിലേക്ക് പ്രധാനമായും നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഗ്ലോബൽ ഫാക്ടേഴ്സ് എത്രത്തോളം ഉണ്ട്? ഒരു ഗ്ലോബൽ റാലി തന്നെയാണ്. ഗ്ലോബലി വന്നിരിക്കുന്ന മാർക്കറ്റിലുണ്ടായിരുന്ന റാലി, അതിന്റെ റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിലും. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ റാലിക്ക് സ്പെസിഫിക് ആയിട്ട് പല റീസൺസും ഉണ്ട്. അതിലൊന്ന് മൺസൂൺ തന്നെയാണ്. മൺസൂൺ സ്പ്രെഡ് വളരെ നന്നായി വരുന്നു. അതുപോലെ GST പാസ്സാകാനുള്ള സാധ്യതകൾ, ദെൻ 7th പേ കമ്മീഷൻ, അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനുള്ള പോസിബിലിറ്റി, ഇങ്ങനെ ഒട്ടനവധി റീസൺസ് ഉണ്ട് ഇന്ത്യൻ ഫ്രണ്ടിൽ, നമ്മൾ ഇക്കണോമിക് ഫ്രണ്ടിൽ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ. പലപ്പോഴും ഈ ഒരു ഗ്ലോബൽ റാലി എന്ന് പറയുമ്പോൾ US, യൂറോപ്പ്, ഏഷ്യൻ മാർക്കറ്റിലെല്ലാം തന്നെ ഈ റാലി സംഭവിച്ചു. നിക്കൈ 9% ആണ്. ബ്രെക്സിറ്റിന് ശേഷം നിക്കയിലും ഹാങ്സെങ്കിലും 9% റൈഡ് സംഭവിച്ചിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ 6.9% ആണ് നിഫ്റ്റിയിൽ റൈഡ് സംഭവിച്ചത്. US മാർക്കറ്റിൽ നാസ്ഡാക്ക്, ഡൗ ജോൺസ് 6% ബെറ്റർ ആയിരുന്നു. അതിൽ യൂറോപ്പിലും ഓൾമോസ്റ്റ് 6% ബെറ്റർ ആയിരുന്നു. അപ്പോൾ ഒരു ഗ്ലോബൽ റാലിയുടെ റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായി. അതാണ് സ്വാഭാവികമായിട്ടും ആ ബ്രെക്സിറ്റിന് ശേഷം ആ ഗ്ലോബൽ റാലിയുടെ റിഫ്ലക്ഷനാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലും കണ്ടത്. അതിന് ഇവിടെയും സ്പെസിഫിക് ആയിട്ട് പല റീസൺസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ FIs വളരെ ആക്റ്റീവായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു. FIs 2500 crore ബൈയിങ് സൈഡിലാണ്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വീണ്ടും ഒരു സെല്ലിംഗ് സൈഡിലേക്ക് തന്നെ മൂവ് ചെയ്തു.
അപ്പോൾ ഒരു ഗ്ലോബൽ റാലിയാണ്, അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ കണ്ടത്. പക്ഷെ പലപ്പോഴും ഈ ഗ്ലോബൽ റാലി ഒരു മാർക്കറ്റിൽ ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു റൈഡ് സംഭവിക്കൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇത് രണ്ടും, ഒരു കറക്ഷൻ ആണെങ്കിലും ശരി റാലി ആണെങ്കിലും സംഭവിക്കുന്നത്. ഏറ്റവും വീക്ക് പോയിന്റിൽ നിന്നാണ് റാലി സംഭവിക്കുന്നത്. നമുക്കറിയാം നമ്മൾ ബ്രെക്സിറ്റ് ഒരു വലിയ വീക്ക് പോയിന്റിലായിരുന്നു മാർക്കറ്റ്, ഗ്ലോബൽ ന്യൂസുകളെല്ലാം നെഗറ്റീവ്. ആ സമയത്താണ് ആ 8,000 നിന്നും വീണ്ടും റൈഡ് വന്ന് 8,540 നമ്മൾ വന്നത്. അതിന് കുറച്ചുകൂടെ മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ 6,825 എന്ന് പറയുന്ന സമയത്ത് US-ന്റെ ഫെഡിന്റെ റേറ്റ് ഹൈക്ക്, അതുപോലെ ചൈനയുടെ സ്ലോ ഡൗൺ, അതുപോലെ ജപ്പാൻ യെൻ ഡിവാല്യൂ ചെയ്യുന്നു, അങ്ങനെ മേജർ ആയിട്ടുള്ള വളരെയധികം നെഗറ്റീവ് ന്യൂസ് നമ്മളെ സംബന്ധിച്ച് എടുക്കുകയാണെങ്കിൽ ഡ്രൗട്ട്, അങ്ങനെ GST പാസ്സാകാതിരിക്കുന്ന സാധ്യതകൾ, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് മാർക്കറ്റ് വളരെ ഈ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളെല്ലാം നിൽക്കുന്ന സമയത്താണ് മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ 6,825 നിഫ്റ്റി മൂവ് ചെയ്തത്. ഈ പോയിന്റിൽ നിന്നാണ് മാർക്കറ്റിൽ നമ്മൾ ഇന്ന് കാണുന്ന റൈഡിലേക്ക് മാർക്കറ്റ് റൈഡ് ചെയ്ത് അത് 8,000 ലെവൽ വരെ ആ റൈഡ് കണ്ടിന്യൂ ചെയ്തിരുന്നു. എന്നാൽ ആ 8,000 വന്നപ്പോഴത്തേക്കും വീണ്ടും പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരികയാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും മാർക്കറ്റ് കറക്ഷൻ മോഡിലേക്ക് പോയി. അപ്പോൾ പലപ്പോഴും വളരെ വീക്ക് പോയിന്റിൽ നിന്നാണ് മാർക്കറ്റിൽ റൈഡ് സംഭവിക്കുന്നത്, ഏറ്റവും പോസിറ്റീവായിട്ട് നിൽക്കുന്ന സമയത്താണ് മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുന്നത്. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വയ്ക്കുമ്പോൾ നമ്മൾ കോമൺ ഇൻവെസ്റ്റേഴ്സ് ഒരിക്കലും പ്രോഫിറ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും മാർക്കറ്റ് വാച്ച് ഏറ്റവും ഡീപ്പ് ഡിസ്കൗണ്ടിൽ നമ്മൾ ഓരോ സ്റ്റോക്കും നമ്മളുടെ മുന്നിൽ കാണുന്ന സ്റ്റോറി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്ന മാരുതി എടുത്താലും, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എടുത്താലും, ഏഷ്യൻ പെയിൻറ്റ്സ് എടുത്താലും, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്താലും, സിൻഡിക്കേറ്റ് ബാങ്ക് എടുത്താലും, സിൻഡിക്കേറ്റ് ബാങ്ക് ഒക്കെ ഒരു സമയത്ത് ഈ ലാസ്റ്റ് കറക്ഷൻ ആ പബ്ലിക് സെക്ടർ ബാങ്കുകളിലെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഒരു അവസരത്തിൽ 46 വരെ മൂവ് ചെയ്ത ഓൾമോസ്റ്റ് ഡബിൾ ചെയ്തു. പഞ്ചാബ് നാഷണൽ ബാങ്ക് 65 വന്ന സ്റ്റോക്കിൽ നിന്ന് 140 അടുത്താണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുക. പക്ഷേ ഈ സമയത്തൊക്കെ എല്ലാ അനലിസ്റ്റുകളും ഒരു കാരണവശാലും പബ്ലിക് സെക്ടർ ബാങ്കുകൾ മേടിക്കരുത് എന്നുള്ള അഡ്വൈസാണ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നത്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ, ഇതൊക്കെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ കോമൺ പബ്ലിക് പലപ്പോഴും ഇങ്ങനെയുള്ള കറക്ഷൻ ഡീപ്പ് ഡിസ്കൗണ്ടിൽ വരുമ്പോൾ മാർക്കറ്റിൽ നിന്ന് മാറിപ്പോവുകയാണ്. അപ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ന്യൂസ് കൊണ്ട് വളരെ ഷാർപ്പായുള്ള കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കണം. ഒരു ഗ്ലോബൽ ന്യൂസ് അല്ല ഇന്ത്യൻ എക്കണോമി ഫ്രണ്ടിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ, ഇതെല്ലാം ഒരു ദീർഘകാല നിക്ഷേപകർക്കല്ല അതിൻ്റെ ഒരു പ്രയോജനം കിട്ടുക. എപ്പോഴും ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ റിട്ടേൺ കിട്ടുകയുള്ളൂ. ട്രേഡേഴ്സ് എപ്പോഴും മാർക്കറ്റിൽ നിന്ന് ഔട്ടായിക്കൊണ്ടിരിക്കും, പുതിയ ട്രേഡേഴ്സ് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പാർട്ടിസിപ്പൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരാത്തതിൻ്റെ റീസൺ. കാരണം വരുന്നവരൊക്കെ തന്നെ ട്രേഡിങ്ങിൽ അട്രാക്റ്റഡ് ആവുന്നു. അവരിങ്ങനെയുള്ള നെഗറ്റീവ് ന്യൂസുകൾ വരുമ്പോൾ സെല്ലിംഗ് നടത്തുന്നു. ഇപ്പോൾ ബ്രെക്സിറ്റ് തന്നെ എടുക്കുക, എല്ലാവരും പറഞ്ഞെന്താ മോർ പെയിൻ ഹെഡ് എന്നുള്ള ന്യൂസുകളാണ് എല്ലാ അനലിസ്റ്റുകളും പറയുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്ക് പോലും നമ്മൾ സെല്ല് ചെയ്തു പോകും. അതൊരു ബൈയിങ് പോയിന്റ് ആണ്. അപ്പോൾ എപ്പോഴും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് നമ്മളുടെ റിട്ടയർമെന്റ്, ഞാൻ എപ്പോഴും അല്ലെങ്കിൽ അടുത്ത ജനറേഷന് വേണ്ടി ഈ തോട്ട് പ്രോസസ്സോട് കൂടി മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇമ്മീഡിയറ്റ് നമുക്ക് ആവശ്യമുള്ളൊരു ഫണ്ട് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്ത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അഭിലാഷ് എടുക്കൂ, പബ്ലിക് സെക്ടർ ബാങ്കുകൾ കൊടുത്ത റിട്ടേൺ 100% റിട്ടേൺ വരെ കൊടുത്ത ബാങ്കുകളുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ എടുക്കുക, നമ്മൾ മാരുതി എടുക്കുക, ITC എടുക്കുക, എത്രയോ സ്റ്റോക്കുകൾ കൊടുത്തിരിക്കുന്ന റീസെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന റിട്ടേൺ, അതാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകിയിരിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റാണ്. പക്ഷേ അതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൈമുണ്ട്, പേഷ്യൻസ് വേണം, ബാലൻസ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് മെയിൻലി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഇങ്ങനെയുള്ള ന്യൂസുകളാണ്. ഞാനത് നേരത്തെ പറഞ്ഞു, ഏറ്റവും നെഗറ്റീവ് ന്യൂസ് വരുന്ന സമയത്താണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. പക്ഷേ ഏറ്റവും നെഗറ്റീവ് ന്യൂസിൽ നിന്ന് റൈഡും സംഭവിക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല 6800 നിഫ്റ്റി വരുമ്പോൾ അതിൻ്റെ റീസൺ എന്താ? ഗ്ലോബൽ ന്യൂസുകളെല്ലാം നെഗറ്റീവാണ്, ഇന്ത്യൻ ഡൊമസ്റ്റിക് ഫ്രണ്ട് എന്നുള്ള ന്യൂസുകൾ നെഗറ്റീവാണ്. ഇതിനൊരു പരിഹാരം കണ്ടിട്ടല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ റൈഡ് സംഭവിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഫ്യൂച്ചർ എന്ന് പറയുന്നതാണ്. അത് ഫ്യൂച്ചർ കാണാൻ സ്റ്റോക്ക് മാർക്കറ്റിന് കഴിയും. അവിടെ വാല്യൂ പിക്ക് എന്നുള്ള രീതി നമ്മളുടെ മുന്നിൽ ഡീപ്പ് ഡിസ്കൗണ്ട് സ്റ്റോക്കുകൾ അവൈലബിൾ ആകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ മാരുതി 3000 അടുത്തേക്ക് വന്നു, 150 റേഞ്ചിലേക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നു, 280 ലെവലിലേക്ക് ടാറ്റ മോട്ടോഴ്സ് വന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്താണ് ടാറ്റ സ്റ്റീൽ എടുക്കുക. അവരുടെ UK പ്ലാന്റിൻ്റെ സെല്ലിംഗ് ഡിലേ വരുന്നു എന്ന് പറഞ്ഞ് ഈ വീക്കാണ് ഈ 310 ലെവലിലേക്ക് സ്റ്റോക്ക് കറക്റ്റ് ചെയ്തു. ദെൻ ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസിംഗ് 370 ആണ്.
അപ്പോൾ അതൊരു ഡീപ്പ് ഡിസ്കൗണ്ട്. നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്ത് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞു. 1 വീക്ക് കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയിരിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 25% ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല സ്റ്റോക്കുകളിൽ ഏതെങ്കിലും റീസൺ കൊണ്ട് കറക്ഷൻ വരുമ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിൽ നിൽക്കുക എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കണം. പക്ഷേ ഓരോ സ്റ്റോക്കിലേക്കും അതിൻ്റെ റിസൾട്ടുകളും സ്റ്റഡി ചെയ്യണം. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇങ്ങനെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ റിട്ടേൺ നൽകുകയുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റ് നല്ല റിട്ടേൺ നൽകുന്നുണ്ട്, പക്ഷേ കുറച്ച് പേഷ്യൻസ്, കുറച്ച് സ്റ്റഡി ഇതൊക്കെ ആവശ്യമാണ്. ഈ റൈഡ് തന്നെ നമ്മൾ എടുക്കുക. വലിയൊരു റൈഡ് ഗ്ലോബലി തന്നെ സംഭവിച്ചു. അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മളുടെ എക്കണോമിയിലും അതിൻ്റെ ബെറ്റർ സൈൻ കാണുന്നു. ഇനിയിപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആയിരിക്കണം. കാരണം മാർക്കറ്റ് ഒരു ഹൈയിൽ നിൽക്കുകയാണ്. ഇനി ഓരോ സ്റ്റോക്കിലും മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുക. ഇപ്പോൾ ഇൻഫോസിസിൽ TCSലും ഇൻഡസിൻഡ് ബാങ്കിൽ സംഭവിച്ചതുപോലെ തന്നെ റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അത് വളരെ കോഷ്യസ് ആയിട്ട് സ്റ്റഡി ചെയ്യുക. ആ റിസൾട്ട് വളരെ മോശമായി, വളരെ ഷാർപ്പായുള്ള കറക്ഷൻ സംഭവിച്ചു. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ നെക്സ്റ്റ് ക്വാർട്ടറോടുകൂടി വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വരും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് പോകേണ്ട സമയമാണ് വരും ദിവസങ്ങളൊക്കെ തന്നെ. നിക്ഷേപകർക്ക് വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ തന്നെയാണ് ഭുവനേന്ദ്രൻ പറഞ്ഞത്. പ്രത്യേകിച്ചും ഈ വലിയ മുന്നേറ്റത്തിന് ശേഷം റിസൾട്ട് വരുന്ന സമയത്ത് ചില സ്റ്റോക്കുകളിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ, അത് ഏത് തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് നിക്ഷേപകർ ആ സമയത്ത് സ്വീകരിക്കേണ്ടത് എന്നാണ് പ്രധാനമായും പറഞ്ഞത്. മാർക്കറ്റ് വാച്ചിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ ആഴ്ച ലഭിച്ച പ്രധാനപ്പെട്ട കത്തുകൾ പരിശോധിക്കാം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. കുവൈറ്റിൽ നിന്നും ശ്രീ മാത്യുവിൻ്റെ കത്താണ് ഏറ്റവും ആദ്യം. ശ്രീ മാത്യു, സ്റ്റോർ 1 റിറ്റെയിൽ 1 ഇന്ത്യ, ഈ സ്റ്റോക്ക് സ്റ്റോർ 1 എന്ന സ്റ്റോക്ക് 49 രൂപയ്ക്ക് മാർക്കറ്റ് വാച്ച് നിർദ്ദേശിച്ചപ്പോൾ പർച്ചേസ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ നേട്ടം ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെക്കുറിച്ചും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ടാറ്റ സ്റ്റീൽ, ONGC, JK ടയർ, പ്രകാശ് ഇൻഡസ്ട്രീസ് ആൻഡ് കിറ്റെക്സ്. ഇതിൽ സ്റ്റോർ 1 അഭിലാഷ്, ഇതിൻ്റെ ബൈയിങ് റേറ്റ് 49-50 റേഞ്ചിൽ നിന്നാണ് ഈ സ്റ്റോക്ക് 240 ലെവലിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നത്. അതൊരു വളരെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഹ്യൂജ് റിട്ടേൺ ഷോർട്ട് ടൈം വ്യൂവിൽ വലിയൊരു പീരീഡിൽ വലിയൊരു റിട്ടേൺ നൽകിയിട്ടുണ്ട്. എല്ലാ സ്റ്റോക്കും അങ്ങനെ റിട്ടേൺ നൽകാനുള്ള സാധ്യത കുറവാണ്. ഇത് ടാറ്റ സ്റ്റീൽ ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ലാസ്റ്റ് വീക്ക് കറക്ഷൻ വന്നു, വീണ്ടും റൈഡ് വന്നു, വീണ്ടും കറക്ഷൻ മോഡിലേക്ക് പോയി, വീണ്ടും വളരെ ഷാർപ്പായിട്ടുള്ള ഈ സ്റ്റോക്കിൽ റിക്കവറി നമ്മൾ കണ്ടു. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ടാറ്റ സ്റ്റീൽ. പക്ഷേ ഇപ്പോൾ കുറച്ചൊരു കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കുക. ഇമ്മീഡിയറ്റ് 390 വരെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ റൈഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ടാറ്റ സ്റ്റീൽ 390 വരെ പോകാം. പക്ഷേ വീണ്ടും 340 ആൻഡ് 310 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ലാസ്റ്റ് കറക്ഷൻ 310 ബിലോ സ്റ്റോക്ക് മൂവ് ചെയ്ത് ഈവൻ ലാസ്റ്റ് വീക്ക്, അതിന് ശേഷമാണ് ഈ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി ഈ സ്റ്റോക്കിൽ സംഭവിച്ചത്. അപ്പോൾ ടാറ്റ സ്റ്റീൽ എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ദെൻ ONGC ആണ്. ONGC 220 and 200 ഇപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സിന് വലിയ നഷ്ടം നൽകിയ ഒരു സ്റ്റോക്ക് തന്നെയാണ്. കാരണം കണ്ടിന്യൂസ് കറക്ഷൻ മോഡിൽ തന്നെയാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. അതിൻ്റേതായ പല റീസൺസും ഉണ്ട്. 220 and 200 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 260 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ രാജോയിൽ അതൊരു ഫണ്ടമെൻ്റലി സൗണ്ട് അല്ല, ഡിസിഷൻ അദ്ദേഹം എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ദെൻ JK ടയറിൽ ഈ ഇൻഡസ്ട്രിയൽ ഡീസൽ വെഹിക്കിൾ അതിൻ്റെ നിരോധനം, അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ സ്റ്റോക്കിലൊക്കെ കാണുന്നത്. ഇപ്പോൾ JK ടയർ 84 and 76 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 100 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. വീണ്ടും കറക്ഷൻ സംഭവിക്കുകയാണ്. 84 ലെവൽ വരികയാണെങ്കിൽ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് ഇത് കൺസിഡർ ചെയ്യാം. ദെൻ പ്രകാശ് ഇൻഡസ്ട്രീസ് ഫണ്ടമെൻ്റലി സൗണ്ടാണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 34 and 26 രണ്ടിൽ സപ്പോർട്ട് ലെവലാണ്. 50 ആണ് ഒരു റെസിസ്റ്റൻസ്. ദെൻ കിറ്റെക്സ് ആണ്. കിറ്റെക്സ് 480 and 420. കിറ്റെക്സിനെ സംബന്ധിച്ച് നെക്സ്റ്റ് വീക്ക് റിസൾട്ട് വരുന്നു. അതുകൊണ്ട് റിസൾട്ട് നന്നായി സ്റ്റഡി ചെയ്യുക. അതിനുശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വളരെ ഷാർപ്പായി ഫോൾ വന്നു, വീണ്ടും റിക്കവറി വന്ന 380 ലെവൽ വരെ ഈ സ്റ്റോക്ക് റിസൾട്ടിന് ശേഷം കറക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വരുന്ന റിസൾട്ട് വളരെ ക്ലോസായി വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. അതോടൊപ്പം തന്നെ റിസൾട്ടിന് മുമ്പ് വലിയൊരു റൈഡ് സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എക്സിറ്റ് ചെയ്ത് റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. റിസൾട്ടിന് മുമ്പ് 580 അല്ലെങ്കിൽ 560 ലെവലിലേക്ക് സ്റ്റോക്കിൽ റൈഡ് സംഭവിച്ചാൽ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വീണ്ടും റീ എൻട്രി ചെയ്യുക. നെക്സ്റ്റ് വീക്ക് റിസൾട്ട് ഉണ്ട്, അതുകൊണ്ട് ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുക. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ അനൂപിൻ്റെ കത്താണ്. അദ്ദേഹത്തിന് അറിയേണ്ടത് അശോക് ലേലാൻഡ്, TVS മോട്ടോഴ്സ്, സുസ്ലോൺ, സ്പൈസ് ജെറ്റ്, ICICI ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആൻഡ് അഡ്ല. ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ഇതിൽ അശോക് ലേലാൻഡ് ബ്രോക്കിംഗ് ഹൗസസ് ഡൗൺ ഗ്രേഡ് ചെയ്താണ് ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്.
നിഫ്റ്റി റൈഡ് സംഭവിച്ചപ്പോൾ ഈ സ്റ്റോക്കിൽ കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു നെഗറ്റീവ് സോണിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 86 and 78 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 86 ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ തന്നെയാണ്. 105 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടി വി എസ് മോട്ടോഴ്സ് ആണ്. ടി വി എസ് മോട്ടോഴ്സ് 290 and 260. 290 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. കാരണം 290 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും 260 ലെവലിലേക്ക് പോകാം. 290 ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ 260, 270 എന്ന് പറയുന്ന സെക്കൻഡ് സപ്പോർട്ട് സോണാണ്. അതൊരു വാല്യൂ ബൈയിങ് ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ. 340 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സുസ്ലോൺ ആണ്. സുസ്ലോൺ ഒരു ടേൺ അറൗണ്ട് സ്റ്റോറിയാണ്. ചിലപ്പോൾ ഈ കറണ്ട് ലെവലിൽ ഈ സ്റ്റോക്കിൽ റൈഡ് സംഭവിക്കാം. അപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് സുസ്ലോണിൽ. ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ടെക്നിക്കൽ സപ്പോർട്ട് 16 and 14 ആണ്. പക്ഷേ ആ ലെവലിലേക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ നിന്ന് ഈ സ്റ്റോക്കിൽ റൈഡ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 20 ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ് ഈ സ്റ്റോക്കിൽ. പക്ഷേ 20 അത് ബ്രേക്ക് ചെയ്ത് ഈ റൈഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 20 ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഒരു ബെറ്റായിട്ട് ഈ സ്റ്റോക്കിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ദെൻ സ്പൈസ് ജെറ്റ് ആണ്. ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കേണ്ടതായിട്ട് വരും. എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് വരികയാണെങ്കിൽ മാത്രമേ ഈ സ്റ്റോക്കിൽ റൈഡ് സംഭവിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ 60 ലെവൽ ഒരു സേഫായുള്ള എൻട്രി പോയിന്റ് ആണ്. പിന്നെ ഏതെങ്കിലും റിസൾട്ട് വന്ന് കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 52 രണ്ട് സ്റ്റേജ് ആയിട്ട്. ഇപ്പോഴത്തെ രണ്ട് സ്റ്റേജ് ഇപ്പോൾ നമ്മൾ 60, 52 എന്ന് പറയുന്നത് റിസൾട്ട് മോശമാവുകയാണെങ്കിൽ വീണ്ടും വലിയ ഫോൾ സംഭവിക്കും. ഇപ്പോൾ ഇൻഫോസിസിൽ സംഭവിച്ച പോലെ ഒരു കാരണവശാലും നമ്മളൊരു 9% കറക്ഷൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ റിസൾട്ട് മോശമായതുകൊണ്ടാണ് അങ്ങനെ ഒരു കറക്ഷൻ. ഒരു നോർമൽ മൂവിംഗ് റേഞ്ചിൽ ഇമ്മീഡിയറ്റ് ഒരു കറക്ഷൻ 5 to 10% എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതേസമയത്ത് ഇനി റിസൾട്ട് സീസൺ വരാൻ പോവുകയാണ്. അപ്പോൾ റിസൾട്ടിന് അനുസരിച്ച് വളരെ ബെറ്ററായുള്ള റിസൾട്ട് വന്നാൽ 10% റൈഡ് ഉണ്ടാകാം. മോശം റിസൾട്ട് വരികയാണെങ്കിൽ 10% ഡ്രോപ്പും ഉണ്ടാകാം. അപ്പോൾ വരും ദിവസങ്ങളൊക്കെ തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിനെ സമീപിക്കണം. അതിൽ ദെൻ ICICI ബാങ്കാണ്. വളരെ ഫെയർ വാല്യൂവിൽ മൂവ് ചെയ്യുന്ന ഒരു ബാങ്കിങ് സ്റ്റോക്കാണ്. ഓരോ കറക്ഷനും ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പരിഗണിക്കാം. 240 and 210. 210 വരാനുള്ള സാധ്യത വളരെ കുറവാണ്. 280 ആണ് ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ഈ സ്റ്റോക്കിലും ഇതുപോലെ തന്നെ നമ്മൾ റിസൾട്ട് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. പക്ഷേ ഇപ്പോഴത്തെ വാല്യൂഷൻ വളരെ ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് ICICI മൂവ് ചെയ്യുന്നത്. ദെൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. ഇതും ഒരു ബെറ്റ് തന്നെയാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. ഒരു റൈഡിന് ശേഷം ഒരു കറക്ഷൻ മോഡിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തു. 20 and 17 വരാനുള്ള യാതൊരു സാധ്യതയുമില്ല. സ്ട്രോങ് സപ്പോർട്ട് സോണാണ് 20. ഈവൻ കറണ്ട് ലെവൽ പോലും ലോങ് ടേം വ്യൂവിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അഡ്വൈസബിൾ ആണ്. 24 ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. അതൊരിക്കലും ഒരു മേജർ റെസിസ്റ്റൻസ് അല്ല. അത് ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ICICI, സുസ്ലോൺ, TVS മോട്ടോഴ്സ്, അശോക് ലൈലാൻഡ് ഇത്രയും സ്റ്റോക്കുകൾ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. എഗെയിൻ ഒരു കോഷ്യസ് എന്ന് എടുക്കണം എന്ന് പറയുന്നത് റിസൾട്ട് തന്നെയാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ ജോണിന്റെ മെയിലാണ്. ആക്സിസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നാഡ്കോ, ലുപിൻ, പ്രസം സുമൻ, ബാലാജി അമീൻസ്, HSIL എന്നീ സ്റ്റോക്കുകളാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആക്സിസ് ബാങ്ക് ഒരു റൈഡ് സ്റ്റോക്കിൽ വന്നു. നെക്സ്റ്റ് വീക്ക് റിസൾട്ട്. അപ്പോൾ റിസൾട്ട് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. 540 and 500 അപ്പോൾ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റിസൾട്ട് വളരെ ബെറ്റർ ആകുകയാണെങ്കിൽ റൈഡ് സംഭവിക്കാം. അതല്ല റിസൾട്ട് മോശം മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്കകത്ത് ഉയരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കറക്ഷൻ സംഭവിക്കാം. അതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് വളരെ ക്ലോസ് ആയിട്ട് തന്നെ റിസൾട്ട് വാച്ച് ചെയ്യണം. ഇപ്പോഴത്തെ രീതിയിൽ 540 and 500 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 580 ആണ് സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 210, 180 ഒരു റൈഡ് ഈ സ്റ്റോക്കിലും സംഭവിച്ചു. അപ്പോൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 210 ആണ്. മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 210 വരെ വരാം. 240 ആണ് ഒരു ഇമ്മീഡിയറ്റ് മൈനർ റെസിസ്റ്റൻസ് ആണ്. ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ്. ദെൻ നാഡ്കോ ഫാർമയാണ്. വളരെ ഫണ്ടമെൻ്റലി സൗണ്ടാണ്. 550 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ 500, 650 ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ലൂപ്പിൻ ആണ്. ലൂപ്പിനെ സംബന്ധിച്ച് ഫേവറബിൾ ആയിട്ടുള്ള പല ന്യൂസുകളും വന്നു. 1600, 1480 ഫാർമ സെക്ടറിനെ സംബന്ധിച്ച് കറണ്ട് ലെവലിൽ നിന്ന് വലിയ റൈഡിനുള്ള സാധ്യത കുറവാണ്. അത് IT സെക്ടറും അത്രത്തോളം IT-യും ഫാർമയും ഇപ്പോഴത്തെ രീതിയിൽ അത്രത്തോളം പ്രോമിസിംഗ് അല്ല. അതുകൊണ്ടൊരു കോഷ്യസ് അപ്രോച്ചാണ്. ഫെയർ വാല്യൂവിലാണ്. അടുത്തൊരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. 1740 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അടുത്തത് ബാലാജി അമീൻസ് ആണ്.
240 and 200 ഫണ്ടമെന്റലി സൗണ്ട് ആണ് ഈ സ്റ്റോക്ക്. 300 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ HSIയിലാണ് 270 and 240 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 320 ആണ് മേജർ റെസിസ്റ്റൻസ്. ദെൻ പ്രിസം സിമെന്റ് 100 and 90 രണ്ട് സപ്പോർട്ട് ലെവലാണ്. സിമെന്റ് സെക്ടറൊക്കെ തന്നെ ഒരു പോസിറ്റീവാണ്. പ്രിസം സിമെന്റിലൊക്കെ തന്നെ നല്ലൊരു റൈഡ് ACC ആ സിമെന്റ് സെക്ടറിലെല്ലാം തന്നെ ഒരു റൈഡ് സംഭവിച്ചു. ഒരു വാല്യൂഷൻ അടുത്തൊരു കറക്ഷനോട് കൂടി ഒരു 90 ലെവൽ വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിൽ പരിഗണിക്കുക. 120 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. മാർക്കറ്റ് വാച്ചിന്റെ ഈ ലക്കം അവസാനിക്കുകയാണ്. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത്. പതിവുപോലെ ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.